തെരഞ്ഞെടുപ്പിൽ അയോഗ്യത കൽപ്പിക്കുന്നതിന് വേണ്ടി അതിനുള്ള മാനദണ്ഡം BJPയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ നിന്നും പുറപ്പെടുവിക്കുന്നു. അത് അക്ഷരം പ്രതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബൈലാക്കി മാറ്റുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതായത് ജയിൽ ശിക്ഷ അനുഭവിച്ചവർ ഉൾപ്പെടെ പല ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്ക് മത്സരിക്കാൻ അയോഗ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിയായ അമിത്ഷാ ഏതു മാനദണ്ഡ പ്രകാരമാണ് അദ്ദേഹം ഇപ്പോഴും മന്ത്രിയായി ഞെളിഞ്ഞിരിക്കുന്നത്? സാക്ഷാൽ നരേന്ദ്രമോദിക്കെതിരെ നിരവധിയായ വിചാരണ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനമെന്നത് ശിക്ഷ 30 ദിവസത്തിൽ കൂടുതൽ അനുഭവിച്ചവരായിരിക്കണം എന്നതാണ്. അവിടെയാണ് ഇതിന്റെ പോയിന്റ് ഒളിഞ്ഞിരിക്കുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കി കണക്കുകൂട്ടി BJPയുടെ പ്രധാന നേതാക്കളെല്ലാം ഈ മാനദണ്ഡം, അതായത് ഈ രേഖ മറികടന്നവരാണ്, അഥവാ അവർ സ്വാധീനം കൊണ്ട് അതിനെയൊക്കെ മറികടത്തിയവരാണ് എന്ന് വ്യക്തമായി പഠിച്ച് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിയതിനു ശേഷമാണ് ഇങ്ങനെയൊരു വ്യവസ്ഥ പാർലമെന്റിൽ കൊണ്ടുവന്ന് അത് നിയമമാക്കി കൊണ്ടുവരുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നേരെ ചൊവ്വെ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രപതിയെ കൊണ്ട് ഓർഡിനൻസ് വഴി പുറപ്പെടുവിക്കാനും അറിയാം. ഇതിൽ ഏറ്റവും ശക്തമായ നടപടിക്രമങ്ങളിൽ വീഴ്ച വന്നിരിക്കുന്നു. പാർലമെന്റ് ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞ് കപിൽ സിബൽ അടക്കമുള്ള രാജ്യസഭാ എംപിമാർ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കോഴ നൽകിയും എംപിമാരെ വിലക്കെടുക്കാൻ നടത്തുന്ന ശ്രമം ഉൾപ്പെടെ ഇലക്ഷൻ കമ്മീഷന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികളിലെ കള്ളത്തരങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധിയായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് പാർലമെന്റ് സമ്മേളനം അടിയന്തരമായി വേണമെന്ന ആവശ്യവുമായി കപിൽ സിബൽ വരികയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഇപ്പോൾ ചില നീക്കങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയപരമായി BJPക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സംഭവവികാസമാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ രാജ്യസഭാ സീറ്റിലെ അംഗബലം വർദ്ധിപ്പിക്കാൻ ഏതെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ടെങ്കിൽ അതൊന്നും കളയാതിരിക്കാൻ തന്നെയാണ് BJP കിണഞ്ഞു പരിശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഏറ്റവും പ്രധാനമെന്നത് നരേന്ദ്രമോദിക്ക് സുരക്ഷിതമായി പാർലമെന്റിനെ അഭിമുഖീകരിക്കണമെങ്കിൽ രാജ്യസഭയിലെങ്കിലും BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ലോക്സഭയിൽ അങ്ങനെ കഴിയില്ല. ജനങ്ങൾ ഒറ്റയടിക്ക് കൊടുത്ത തിരിച്ചടി അത് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, സമാധാനവും നഷ്ടപ്പെട്ടു. ഭരണം എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലിരിക്കവെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെച്ചുള്ള പുതിയ കളി വർക്കൗട്ടായത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ ജ്ഞാനേഷ് കുമാറിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അതിന്റെ അനന്തരഫലങ്ങൾ വഴിയെ മനസ്സിലാകുകയും ചെയ്യും.